ഐഷി ഘോഷിനെ അങ്ങനെ ദില്ലി പോലീസിനെ ലാത്തി കാണിച്ച് പേടിപ്പിക്കാനൊന്നും കഴിയില്ല. 2020 നമുക്ക് ഓർമ്മയുണ്ട്, JNUവിലേക്ക് അതിക്രമിച്ചു കയറിയ അക്രമികൾ അവർ ഇരുമ്പ് ഉലക്ക വെച്ചാണ്, ഇരുമ്പ് ദണ്ട് വെച്ചാണ് ഐഷി ഘോഷിനെ തലയടിച്ച് പൊട്ടിച്ചത്. അന്ന് അവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായിരുന്നു. ആ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടന്നതിന് ശേഷം വരെ വളഞ്ഞിട്ട് തല്ലുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ്? ഐഷി ഘോഷ് ആയതുകൊണ്ടാണ്. 13 വർഷക്കാലത്തിന് ശേഷം ഇടതിന്റെ മുഖമായ പെൺകുട്ടിയാണ് JNUവിൽ. അപ്പോൾ അങ്ങനെ വളഞ്ഞിട്ട് തല്ലിയ ഐഷി ഘോഷ് ആ പരിക്ക് പൂർണ്ണമായി മാറുന്നതിന് മുമ്പ് ആ സമരമുഖത്തേക്ക് വരാനുള്ള ആർജവമുള്ള, ഇച്ഛാശക്തിയുള്ള, രാഷ്ട്രീയ ബോധ്യമുള്ള പെൺകുട്ടിയാണ്. അവിടെ ഐഷി ഘോഷിനെ കാണാൻ ഐഷി ഘോഷിന്റെ അമ്മ ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. അമ്മ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? അന്ന് ഒരു മാധ്യമപ്രവർത്തകൻ പോയി ഐഷി ഘോഷിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടുകാർക്ക് പേടിയില്ലേ? നിങ്ങൾ ഇങ്ങനെ ഈ പരിക്കേറ്റ് കിടക്കുന്നത് കാണുമ്പോൾ വീട്ടുകാർ പറയില്ലേ ഇനി സമരത്തേക്ക് പോകണ്ട എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, എന്നെ ആളുമാറിയാണു തല്ലിയതെങ്കിൽ അവർക്ക് സങ്കടമുണ്ടാകുമായിരുന്നു എന്നാണ്. പക്ഷെ അവർ നിന്നെ ഭയക്കുന്നത് കൊണ്ടാണ്, നിന്റെ മുഖം തിരിച്ചറിയുന്നത് കൊണ്ടാണ് അവർ നിന്നെ തല്ലിയത്. എനിക്കതിൽ നീ മകളായി ജനിച്ചതിൽ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ അഭിമാനബോധം പിന്നീട് 5 വർഷക്കാലം കഴിയുമ്പോൾ തരിമ്പും ആ പെൺകുട്ടിക്ക് കുറവുണ്ടാകില്ല. അതുകൊണ്ട് ദില്ലി പോലീസ് ലാത്തി കാണിച്ച് പേടിപ്പിക്കാം എന്ന് വിചാരിക്കേണ്ടതുമില്ല എന്ന് തോന്നുന്നു.